എൻ്റെ മോളെ, ഞാൻ പറയുന്നൊന്ന് നീ മനസ്സിലാക്കും മോളെ. പ്ലീസ്, നിന്നോട് എത്ര തവണയാന്ന് വിചാരിച്ചാ ഈ പറയണേ? നിനക്ക് എന്താ മനസ്സിലാവാത്തത്? കുറച്ചൊക്കെ പറഞ്ഞാൽ ഒരു അനുസരണ വേണം. എന്തെന്ന്? നിങ്ങൾ ആരാ? നിങ്ങൾ ആരോട് സംസാരിക്കുന്നേ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ പുറകെ നിൽക്കുന്ന ആ നിർഗുണനില്ലേ, അവനോട് പറഞ്ഞാൽ മതി. എന്നെ ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ അവിടുന്ന്? മോളെ, നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഇവന്റെ കല്യാണം നടത്താൻ പറ്റുള്ളൂ. എത്ര നാളായി പറയണു? നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്താ ചെയ്യണം? അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ, പ്ലീസ് നീ ഒന്ന് കല്യാണത്തിന് സമ്മതിക്കും. അതിന് അമ്മ ചേട്ടനെ കല്യാണം നടത്തിക്കോ, എനിക്ക് ഒരു പരാതിയില്ല. മോളെ, അനീത്തിയുടെ കല്യാണം കഴിയാണ്ട് ചേട്ടന്റെ കല്യാണം നടത്തരുതെന്നല്ലേ ജോത്സ്യര് പറഞ്ഞേക്കണേ? അത് നിനക്ക് അറിയാവുന്നതല്ലേ? അതുകൊണ്ട് എൻ്റെ പൊന്നുമോള്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. വില്ലുമംഗലം കോവിലകത്തെ ആലോചന നല്ല ആലോചന, നമുക്ക് ചേർന്ന ബന്ധം. നീ ഒരു എസ് മാത്രം പറഞ്ഞാൽ മതി പ്ലീസ്. ഒന്ന് നിർത്തുന്നുണ്ടോ? രാവിലെ തന്നെ എന്റെ തല തിന്നാനായിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്കടി മോളെ, പ്ലീസ്. നീ ഒന്ന് കേക്കടി മോളെ പറയണത്. മോളെ, നല്ല ആലോചന മോളെ, നല്ല തങ്കപ്പെട്ട ചെറുക്കനാ. നീ ഒരു എസ് മാത്രം പറഞ്ഞാൽ മതി മോളെ. നീ ഒന്ന് പറയും മോളെ, നീ ഒരു എസ് പറയും മോളെ. ഇങ്ങനെ ഒരു സ്വന്തം. എന്താ സുശീലേ പ്രശ്നം? എന്റെ കൗസല്യടുത്തി, ഇവൾക്ക് നല്ലൊരു ആലോചന വന്നാൽ ഇവളാണെങ്കിൽ എന്ത് ചെയ്താൽ സമ്മതിക്കൂല. ഞാൻ പറഞ്ഞു മടുത്തു. നീ കൗസല്യടുത്തി ഒന്ന് പറയാ. ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇവന്റെ കല്യാണം ഒന്ന് നോക്കാൻ. ഇവന് കല്യാണം ആലോചിക്കണോ? കയ്യിലിരിക്കണ സാധനം കണ്ടില്ലേ? എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിക്കാം. മോളെ, നീ ഇവിടെ വന്നിരിക്കാം. സുശീലേ, നീ എനിക്കൊരു ചായ എടുക്ക. ശരി ചേച്ചി. മധുരം വേണ്ടല്ലോ അല്ലേ? മധുരം വേണ്ട സുശീലേ. മോളെ, നിനക്ക് എന്താ കല്യാണം വേണ്ടാത്തെ? നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നീ കൗസല്യാൻ്റിയോട് പറ. ഞാനത് സുശീലോട് സംസാരിക്കാം. എനിക്കങ്ങനെ അഫെയർ ഒന്നും ഇല്ല കൗസല്യാൻ്റി. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എനിക്കിപ്പോൾ കല്യാണം കഴിക്കണമെന്നില്ല. എൻ്റെ ആഗ്രഹങ്ങളാണ് എനിക്ക് വലുത്. അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഓൾഡ് ഫാഷനാണ്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം ഞാൻ വേണമെങ്കിൽ ആലോചിക്കാം. ശരി, എന്താ നിന്റെ ആഗ്രഹം? എനിക്കൊരു എയർ ഹോസ്റ്റസ് ആവണം. വിവിധ രാജ്യങ്ങൾ കാണണം. ലോകം മുഴുവൻ സഞ്ചരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് സിംഗപ്പൂർ, ലഞ്ച് ഓസ്ട്രേലിയ, ഡിന്നർ US. അങ്ങനെ എനിക്ക് ഒരുപാട് സമ്പാദിക്കണം. സ്വന്തമായിട്ട് ഫ്ലാറ്റ്, സ്വന്തമായിട്ടൊരു കാറ്, പിന്നെ സ്വന്തം ബിസിനസ്. അങ്ങനെ ഒരുപാട് ആഗ്രഹം എനിക്കുണ്ട് കൗസല്യാൻ്റി. ശരി മോളെ, കൊള്ളാം. ഇപ്പം നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഞാനിപ്പോൾ ഡിഗ്രി കഴിയാൻ പോകുന്നു. അത് കഴിഞ്ഞ് എയർ ഹോസ്റ്റസ് കോഴ്സിന് ജോയിൻ ചെയ്യും. മോളെ, നീ ഇപ്പം ചെയ്യുന്ന ഡിഗ്രി കോഴ്സിന് നിനക്ക് ആഗ്രഹിച്ച പോലെ മാർക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പം നിനക്ക് എയർ ഹോസ്റ്റസ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ? ഇല്ലേ മോളെ? അത് പോട്ടെ, ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞാലും നിനക്ക് എങ്ങനെയെങ്കിലും എയർ ഹോസ്റ്റസ് കോഴ്സിന് അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷേ നിൻ്റെ കഷ്ടകാലത്തിന് നിനക്ക് അവിടെയും പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ നടക്കാതെ പോവില്ലേ? അപ്പോഴും നിനക്ക് വിഷമാവില്ലേ? അത് പോട്ടെ, നീ ഇപ്പോൾ ഒരു എയർ ഹോസ്റ്റസ് ആയി എന്ന് വിചാരിക്കുക. നിനക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിന് പകരം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സാ കിട്ടിയെങ്കിലോ? ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിലെ ജോലിയാണെങ്കിൽ നിനക്ക് സിംഗപ്പൂരിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയിലെ ലഞ്ചും നടക്കൂല, US ഡിന്നറും നടക്കൂല. അത് തന്നെ, അപ്പോഴും നിനക്ക് വിഷമാവില്ലേ? ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിലെ ജോലി കൊണ്ട് നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലക്ഷറിയസ് ഫ്ലൈറ്റ് വാങ്ങാൻ നിനക്ക് എത്ര കാലം വർക്ക് ചെയ്യേണ്ടി വരും? ഇനി ലോൺ എടുക്കാമെന്ന് വെച്ചാൽ EMIയും ശമ്പളവും തമ്മിൽ മാച്ച് ആവുമോ? അപ്പം നിൻ്റെ കാറും ഫ്ലാറ്റും ബിസിനസ്സും എല്ലാം പോയില്ലേ? അങ്ങനെ ഒരു ആഗ്രഹവും നടക്കാതെ പോയാൽ നിനക്ക് ഒരുപാട് വിഷമാവില്ലേ മോളെ? നിൻ്റെ മനസ്സ് വേദനിച്ച് നീ തകർന്നു പോവില്ലേ? നിൻ്റെ തീരുമാനങ്ങൾക്ക് എതിരായിട്ടെല്ലാം നടക്കുമ്പോൾ നിന്നെ ആളുകൾ കുറ്റപ്പെടുത്തില്ലേ? അങ്ങനെ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തില്ലേ? ആ ഒറ്റപ്പെടലിൽ നീ വെന്തുരുകില്ലേ മോളെ? അങ്ങനെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും തകർന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് എല്ലാവരും നമ്മളെ കുറ്റപ്പെടുന്ന സാഹചര്യത്തിൽ ഇത് എവൻ്റെയെങ്കിലും തലയ്ക്ക് വെച്ച് പണ്ടാരടങ്ങി പോകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. ആ സാഹചര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഭർത്താവ് എന്ന് പറയണത്. എല്ലാം കൂടി അയാളുടെ തലക്കിട്ട് വെച്ച് കൊടുക്കുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന സംതൃപ്തി ഉണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളൊന്നും നോക്കണ്ട, കല്യാണം കഴിച്ചോ പോലെ. എന്നിട്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ പ്ലാൻ ചെയ്തോ. ചീറ്റിപ്പോയാ പുള്ളിക്കാരനാന്ന് പറയാം. അമ്മേ, കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. അമ്മ ആലോചിച്ചോളൂ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല മോളെ. നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി? കൗസല്യാമ്മ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓ, എന്നാലും എൻ്റെ കൗസല്യേച്ചി എത്ര പെട്ടെന്നാ ചേച്ചി അവളുടെ മനസ്സ് മാറ്റി കളഞ്ഞത്. ചേച്ചി എന്ത് ട്രിക്കാ ചേച്ചി പ്രയോഗിച്ചേ? എന്തായാലും ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നന്ദി എന്നോടല്ല സുശീല പറയേണ്ടത്, എമ്പുരാൻ സിനിമ ഇറക്കിയവരോടാ പറയേണ്ടത്. എമ്പുരാൻ സിനിമയും ഇവള് കല്യാണത്തിന് സമ്മതിച്ചതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട് സുശീലേ. ഷോക്ക് മാർക്കറ്റിംഗ്. ഷോക്ക് മാർക്കറ്റിങ്ങോ? അതെന്താ അവളുടെ തലയ്ക്ക് ഷോക്ക് അടിപ്പിച്ചോ? ആ, ഷോക്ക് മാർക്കറ്റിംഗ്.
കുറേ നെഗറ്റീവ് കാര്യങ്ങളുടെ അവിടെ തലയിലേക്ക് ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ അവൾക്കൊരു ആശയക്കുഴപ്പം അങ്ങോട്ടുണ്ട്. അങ്ങനെ അവൾക്ക് നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥ ഞാൻ മാറ്റി. അങ്ങനെ ആ ഗ്യാപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം കൂടെ നേടിയെടുത്തു, അവർ പൈസ ഉണ്ടാക്കിയ പോലെ. ആൻഡ് ഫൈനലി എന്തിനാ കല്യാണം കഴിക്കേണ്ടതെന്നും അവൾക്ക് മനസ്സിലായി. ഓ എൻ്റെ കൗസല്യാമ്മ ഒന്ന് നിർത്തിയേ, ഫോൺ തുറന്നപ്പോൾ അതേ ഉള്ളൂ. വാടാ.